ഹോർമുസ് കടലിടുക്കിൽ യുഎസിൻ്റെ നാവിക ഉപരോധം യുദ്ധം തന്നെയാണെന്നും ഇനി തുടർന്നാൽ കടുത്ത തീരുമാനമെടുക്കുമെന്നും മുന്നറിയിപ്പുമായി ഇറാൻ. ഇതുവരെ ഇറാൻ്റെ ക്ഷമ എന്താണെന്ന് ലോകം കണ്ടു. എന്നാൽ ഇനി തങ്ങൾക്ക് ക്ഷമിക്കാനാകില്ല. നാവിക ഉപരോധം തുടരുന്നത് ക്ഷമിക്കാൻ ഇറാന് കഴിയില്ലെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. സ്വാതന്ത്ര്യത്തിനും പ്രതിഷേധത്തിനുമായി വില നൽകുന്ന ഒരു ജനതയെ തകർക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായ ഈ ക്രൂരമായ സമീപനം ഇനിയും സഹിക്കാനാകില്ലെന്നും പെസഷ്കിയാൻ എക്സിൽ കുറിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അമേരിക്ക ദയനീയമായി പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ പുതിയ സന്ദേശവും പുറത്തു വന്നിരുന്നു. മിസൈൽ ആണവശേഷികളിൽ അമേരിക്കയ്ക്ക് വഴങ്ങില്ലെന്നും ഖമേനി വ്യക്തമാക്കിയിരുന്നു. ഹോർമുസിലും പേർഷ്യൻ ഗൾഫിലും ഇറാൻ പുതിയ അധ്യായം തുറക്കുന്നുവെന്നും മുജ്തബ ഖമേനി അവകാശപ്പെട്ടു. ഹോർമുസ് നിയന്ത്രിക്കാൻ പുതിയ സംവിധാനം കൊണ്ടുവരാനുള്ള ഇറാൻ്റെ നീക്കം സ്ഥിരീകരിക്കുന്നതാണ് ഖമേനിയുടെ സന്ദേശം. അമേരിക്കൻ സാന്നിധ്യമാണ് മേഖലയിൽ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമെന്നും സന്ദേശത്തിൽ മുജ്തബ കുറ്റപ്പെടുത്തി. അയൽ രാജ്യങ്ങളുമായി ചേർന്ന് പോകേണ്ടവരാണ് ഇറാൻ ജനത. എന്നാൽ അമേരിക്കയുടെ സാന്നിധ്യം എന്നും പ്രദേശത്തെ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമാണ്. അമേരിക്കയുടെ സ്ഥാനം പശ്ചിമേഷ്യൻ മേഖലയിലല്ല, മറിച്ച് കടലിൻ്റെ അടിത്തട്ടിലായിരിക്കുമെന്ന് തെളിയിക്കുമെന്നും ഇറാൻ പരമോന്നത നേതാവ് സന്ദേശത്തിൽ കടുപ്പിച്ചു പറയുന്നുണ്ട്. അയൽ രാജ്യങ്ങളുമായി ചേർന്ന് പോകാമെന്നും പുതിയ സംവിധാനം വഴി മേഖലയിൽ സമാധാനവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. മേഖലയിൽ ഒന്നിച്ചു പോകാമെന്ന് ഹോർമുസ്, ഒമാൻ കടൽ, ഗൾഫ് അയൽ രാജ്യങ്ങളോട് ഇറാൻ പരമോന്നത നേതാവ് വിവരിച്ചിട്ടുണ്ട്. US സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന സന്ദേശമാണ് ഇറാൻ്റെ മുതിർന്ന നേതാക്കളിൽ നിന്ന് പുറത്തു വരുന്നത്. സമാധാന ചർച്ചകളിൽ ഇറാൻ്റെ ഉപാധികൾ US തള്ളിയതോടെ പരമോന്നത നേതാവിൻ്റെ നിലപാട് കാത്തിരിക്കുകയായിരുന്നു ലോകം. ഇതോടെ സമാധാന നീക്കങ്ങളുടെ ഭാവി ആശങ്കയിലാണ്. ഇറാനുമേൽ തുടർന്നും ആക്രമണമുണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിലപാട് അറിയിച്ചിരുന്നു. ചർച്ചകളിലെ സ്തംഭനം ഒഴിവാക്കി സമ്മർദ്ദം കൂട്ടാൻ വീണ്ടും കനത്ത ആക്രമണം അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ആസൂത്രണം ചെയ്യുന്നതായും അഭ്യൂഹങ്ങളുണ്ട്. ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്നതിന് കുറഞ്ഞ സമയത്തിനുള്ളിൽ ശക്തമായ ഒരു ആക്രമണ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് US മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഇറാനിൽ സാധ്യമായ പുതിയ സൈനിക നടപടികളെക്കുറിച്ച് US സെൻട്രൽ കമാൻഡ് തലവൻ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വെള്ളിയാഴ്ച വിശദീകരണം നൽകും. സെൻട്രൽ കമാൻഡ് മേധാവി വിശദീകരണം നൽകുന്നതിന് പിന്നിൽ ട്രംപ് യുദ്ധ നടപടികൾ പുനരാരംഭിക്കുന്നത് ഗൗരവമായി പരിഗണിക്കുന്നുവെന്ന സൂചനയാണെന്നും ആക്സിയോസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.